എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുവീടിലേക്ക് സ്വാഗതം. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നൊരു സംശയം തന്നെയാണ് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റെഗുലർ ആൻഡ് HDE വിദ്യാർത്ഥികളുടെ റിസൾട്ട് എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക എന്നുള്ളത്. ഡീറ്റെയിൽഡായ അപ്ഡേറ്റ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലിലുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനമറിയുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ റിസൾട്ട് ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വെച്ച് മെയ് 13 തന്നെ പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ് മെയ് 13. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു ഡിക്ലറേഷൻ നൽകേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ്. അതിന് കാരണമായിട്ട് പറയുന്നത് റെഗുലർ വിദ്യാർത്ഥികളുടെ വാല്യുവേഷൻ അവസാനിച്ചു. സെൻട്രലൈസ്ഡ് വാല്യുവേഷനാണ്. HDE വിദ്യാർത്ഥികളുടെ വാല്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. HDE വിദ്യാർത്ഥികളുടെ വാല്യുവേഷൻ അവസാനിപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്, HDE വിദ്യാർത്ഥികളുടെ പേപ്പർ വാല്യുവേഷൻ അവസാനിപ്പിക്കാൻ ചീഫുമാർ നിർദ്ദേശിച്ച ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുവാണെങ്കിൽ മെയ് 9 നാളെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ HDE വിദ്യാർത്ഥികളുടെ പേപ്പർ വാല്യുവേഷൻ അവസാനിച്ച് ചീഫുമാരെ പേപ്പറുകൾ തിരിച്ചേൽപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ഡേറ്റ് മെയ് 9 നാളെയാണ്. അപ്പോൾ നാളെയോടെ തന്നെ HDE വിദ്യാർത്ഥികളുടെ വാല്യുവേഷനും പൂർത്തിയാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വെച്ച് മെയ് 13 റിസൾട്ട് പ്രസിദ്ധീകരിക്കും. ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഡിക്ലറേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഡിക്ലറേഷൻ നൽകേണ്ടതും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ്. എന്തായാലും പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് അടുത്ത ആഴ്ചയോടെ തന്നെ വിദ്യാർത്ഥികൾക്ക് എന്തായാലും ലഭ്യമാകും. നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട അപ്ഡേറ്റ് ആണ്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയാണ്. PG BEd പോലുള്ള കാര്യങ്ങൾക്കൊക്കെ പോകേണ്ടത് കൊണ്ട് തന്നെ റിസൾട്ട് വൈകിപ്പിക്കാൻ യൂണിവേഴ്സിറ്റിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കുക. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.